ഈ കയാക്കിംഗ് എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കായിക അഭ്യാസവും കൂടിയാണ്. അതിനൊക്കെ ഇറങ്ങി പുറപ്പെടുമ്പോൾ അത്രത്തോളം ആത്മവിശ്വാസം ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. അതെങ്ങനെയാണ്? പൊക്കോട്ടെ, ഇന്ത്യ മുഴുവനും പല റിവേഴ്സാണ്. അപ്പം ഈ റിവേഴ്സൊക്കെ എന്ത് സ്വഭാവം? നിഷ ഈ മുമ്പേ സാരിയുടെ കാര്യം പറഞ്ഞ പോലെ ഈ പറഞ്ഞല്ലോ, ഈ ആലപ്പുഴയിൽ നിന്നായതുകൊണ്ട് എപ്പോഴും വെള്ളം കയറി കിടക്കുന്നു. അപ്പോൾ ഈ നിഷേധം മൈ ലൈഫ് ഇസ് വാട്ടർ. ഞാൻ ഞാൻ വന്ന പിന്നെ ഇവിടെയും വെള്ളപ്പൊക്കമുണ്ട്. ആലപ്പുഴ എപ്പോഴും വെള്ളമാണ്, ഇവിടെ വല്ലപ്പോഴും വെള്ളം. അപ്പം അങ്ങനെ ഒരു എന്താന്ന് ചോദിച്ചാൽ വെള്ളം എവിടെ കണ്ടാലും, അത് പലയിടത്തും ഇൻ്റർവ്യൂവിനും പോയി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചെളിവെള്ളം കണ്ടാൽ ഇച്ചിരി ഗട്ടറിനകത്തുള്ളതാണെങ്കിൽ പോയി കാലി ചെളിയാക്കി വൃത്തികേടാക്കി, ഞാൻ പറയുന്നത് എന്തായി കാണിക്കുന്നത്, അതുപോലെ വൃത്തികേടാക്കും. അതെല്ലാം. അപ്പോൾ അങ്ങനെ വെള്ളത്തിനോട് ഒരു വീക്ക്നെസ് എപ്പോഴും. അപ്പം വാട്ടറിനെ സ്വിമ്മ് ചെയ്യും, മക്കളും സ്വിമ്മ് ചെയ്യും, ഞാനും ചെറുതായിട്ട് ചെയ്യും. പക്ഷേ എനിക്കൊരു കോൺഫിഡൻസ് വ്യത്യാസം വെച്ചാൽ ഷീ സേഫ് ഇൻസൈഡ് വാട്ടർ. സ്ക്യൂബ ഡൈവിങ്ങിന് പോകും. അപ്പോൾ അതുകൊണ്ട് ഒരു സ്പോട്ട് അങ്ങനെ പൊക്കോട്ടെ എന്നുള്ളത് ഉണ്ട്. പിന്നെ ഞാൻ എപ്പോഴും എൻ്റെ ഒരു മനസ്സിലുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ ക്വാളിറ്റി ടൈം രാഷ്ട്രീയക്കാർ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് ഒരു വ്യക്തി അച്ചാച്ചനെയാണ് കണ്ടിട്ടുള്ളത്. അച്ചാച്ചന് ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത് അതിൻ്റെ ദീർഘമല്ല. പക്ഷേ ചിലപ്പം ഒരു മാസത്തിൽ ചിലപ്പോൾ എല്ലാം കൂടെ കൂട്ടി 1 മണിക്കൂറെ കൊടുത്ത് കാണുള്ളൂ. എനിക്ക് കൊടുത്തെന്നുള്ളൂ, അല്ലെങ്കിൽ അമ്മയ്ക്ക് കൊടുത്തു. പക്ഷേ ആ വന്ന് കയറുമ്പോൾ വരുന്ന ഒരു 30 സെക്കൻഡ്സാണ്. ആ ചിലപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂർ അത്രയും ദീർഘമുണ്ടെന്ന് തോന്നും. കാരണം വന്ന് കയറുമ്പോഴേ കുട്ടിയമ്മേ, എന്താ ജോമോനെ എന്നിട്ട് ഇരുന്നേ അത്രയും വായിച്ചോ, അങ്ങനെ ഒരു ടച്ച് ഉണ്ട്. അത് ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തകരും സാധാരണക്കാരെ മുമ്പേ ചോദിച്ചത് രാഷ്ട്രീയത്തിൽ ആരാണ് എന്നിട്ട് സാധാരണക്കാരായ പ്രവർത്തകർ ആണ് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത്. ഒരാൾ പോയി ചാച്ചനെ സ്നേഹിക്കുന്നവർ നേതാക്കന്മാർ അതുപോലെ ഹാർഡായിട്ട് നിന്നു. അവർക്കറിയാം ഡേഞ്ചറുണ്ട്, പക്ഷേ അതിനെല്ലാം മറികടന്ന് ഞാൻ മുന്നോട്ട് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ആ ക്വാളിറ്റി ടൈം ചിലപ്പോൾ നമുക്ക് ഈ പറയുന്ന ഇപ്പോഴത്തെ ജനറേഷനൊക്കെ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തും ചിലപ്പോൾ പറ്റില്ല. നമ്മൾ എത്രയും ശ്രമിച്ചാലും നമ്മളതൊക്കെ പ്രസംഗിക്കും പറയുമെങ്കിലും, ഇപ്പോൾ ഒരു കല്യാണം വരുന്നു, അവർക്ക് സാരി എടുക്കാം, എൻ്റെ മക്കളെ സാരി എടുക്കാം, എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. അവരുടെ കൂടെ മന്ത്രകോടി എടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ചിലപ്പോൾ പോകാൻ പറ്റിയിട്ടില്ല. അവരാഗ്രഹിക്കും, പക്ഷേ എൻ്റെ സിറ്റുവേഷൻ. സാരി എടുക്കാൻ ഈ പ്രാവശ്യം മോളുടെ ഇതിന് ലാസ്റ്റ് ഫൈനൽ ഡിസിഷൻ. കാരണം അവക്ക് എന്നെ ട്രസ്റ്റ് ചെയ്യത്തില്ല. ജോന് ഭയങ്കര ട്രസ്റ്റാണ്, രണ്ടാമത്തെ മോള്. അപ്പം ഞങ്ങൾ പോയി എല്ലാം നോക്കി കഴിഞ്ഞിട്ട് അവള് പറയും, പപ്പ കണ്ട് യെസ് പറഞ്ഞാലേ ഞാൻ ഇതിടത്തുള്ളൂ. അപ്പം അത്രയും പറഞ്ഞുകൊണ്ട് മാത്രം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്നാന്ന് ചോദിച്ചാൽ, അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഈ കുടുംബം എപ്പോഴും ഒരു ഐഡിയലായിട്ട് വീട്ടിൽ ഇരിക്കുമ്പോൾ അപ്പം പെട്ടെന്ന് വന്നോ, അല്ലെങ്കിൽ ഇങ്ങനെയൊരു ലോൺനെസ് തോന്നും. അപ്പോൾ അവർക്ക് എൻഗേജ്ഡ് ആയാൽ, ഇപ്പം മുമ്പ് എംപ്ലോയ്മെൻറ്റിൻ്റെ കാര്യം എന്ന് പറഞ്ഞ പോലെ എംപ്ലോയ്മെൻ്റ് ഇല്ല, പക്ഷേ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നു. അത് തീർച്ചയായിട്ടും നല്ലൊരു പോസിറ്റീവ് സൈനാണ്. എത്രയോ പേരെ സഹായിക്കാൻ പറ്റും. സ്പോർട്ട്, അത് ഹൈക്കിങ് ആയിക്കോട്ടെ, മറ്റെന്തെങ്കിലും ആയിക്കോട്ടെ. അത് ഞാനും സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ കളിയും എന്ന് പറഞ്ഞാൽ ഏത് സ്പോർട്ടും ഞാൻ കളിക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ എക്സ്പേർട്ട് ആയിരിക്കത്തില്ല, ഔട്ട്സ്റ്റാൻഡിങ് ആയിരിക്കത്തില്ല, പക്ഷേ ആവറേജ് ആയിട്ട് എല്ലാ കളി, അത് ഫുട്ബോളാണെങ്കിലും ഹോക്കി ആണെങ്കിലും ക്രിക്കറ്റ് ആണെങ്കിലും, അത് ഈ പറയുന്ന ബില്ലിയാർഡ്സ് ആണെങ്കിലും സ്ക്വാഷ് ആണെങ്കിലും ടെന്നീസ് ആണെങ്കിലും ടേബിൾ ടെന്നീസ് ആണെങ്കിലും ഈവൻ ചീട്ടുകളി പോലും. ചീട്ടുകളിക്ക് എവിടെയുണ്ടെങ്കിലും എന്നെ ആദ്യമേ വിളിക്കും. കാരണം ഏത് രീതിയിൽ ഞാനൊന്ന് ജയിച്ചെടുക്കും. 28 ബ്രിഡ്ജ് ആണെങ്കിലും ബ്ലഫ് ആണെങ്കിലും എന്താണെങ്കിലും. അപ്പോൾ ആ ഒരു സ്പോർട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് അവർ എൻഗേജ് ആവും. പിന്നെ ഇതൊരു നല്ല സ്പോർട്ടാണ്. അതുകൊണ്ട് ഷീ വിൽ ബി സേഫ്. എവിടെയാണെങ്കിലും 4 കാലേ വന്ന് വീഴുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അത് അങ്ങനെ 4 കാലേ വീഴും എന്നുള്ളത് എങ്ങനെയാണെന്നറിയാം. മുമ്പ് പറഞ്ഞില്ലേ, ഞാൻ തുടങ്ങിയത് വളരെ ഇന്നസെന്റ് ആയിട്ട് തന്നെയാണ് എൻ്റെ ജീവിതം തുടങ്ങിയത് ഈ കുടുംബത്തില്. ആ ഇന്നസെൻസ് ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഇന്നസെൻസ് ഉണ്ടെങ്കിൽ പോലും കുറേ മെച്യൂരിറ്റി ഞാൻ പഠിച്ചത് ജോയുടെ ഓരോ കാര്യങ്ങളിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു പ്രശ്നത്തിൽ പെടാതെ സേഫ് ആയിട്ട്. അപ്പം ഞാൻ ആ ഗൈഡൻസ് എപ്പോഴും കൊടുക്കും കേട്ടോ. ഈ ട്രെയിനിൽ കയറുമ്പോൾ, ബസ്സിൽ കയറുമ്പോൾ, കാറിൽ പോകുമ്പോൾ, അറിയാത്ത ഒരാളുടെ കൂടെ സംസാരിക്കുമ്പോൾ, പക്ഷെ നമ്മൾ ഒത്തിരി ലോകം കണ്ടിട്ടുള്ള ആൾക്കാരാണ് പൊതുപ്രവർത്തനം നിൽക്കുമ്പോൾ. സോളോ ആയിരുന്നില്ലേ? സോളോ. അപ്പം ഈ പല രീതിയിൽ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞ യു ഹാവ് ടു ബി ഇങ്ങനെ ചില ഇതുണ്ടല്ലോ, ആ കാര്യങ്ങൾ എപ്പോഴും പറയാറുണ്ട്. പക്ഷേ ദൈവം അനുഗ്രഹിച്ചെപ്പോഴും
ഒരു ഗാർഡിനെ പോലെ പറയലുണ്ട് എന്നൊരു വിശ്വാസം അല്ല, ഞാൻ എപ്പോഴും പറയുന്നത്, ഞാൻ ഈ നടക്കുന്ന മുഴുവനും എനിക്ക് വേണ്ടിയിട്ട് ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരു ഭർത്താവുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സേഫാണ്. ഈ ജോയി പറയുന്ന ഇല്ല, ഒരു കുഴപ്പമില്ല. ഞാനും ഈ പറയുന്ന ഞാൻ സകല ആൾക്കാരെയും പിടിച്ച് ലിഫ്റ്റ് ഒക്കെ കൊടുക്കും വണ്ടിയിൽ. ജോയി പറയുന്ന പോലെ ഒന്നും ഞാൻ കേൾക്കത്തോ ആ കാര്യങ്ങളൊന്നും ഞാൻ കേൾക്കാറില്ല. വർത്താനം കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ ജോയി കെയർഫുൾ ആയിരിക്കണമെന്നാണ്. പക്ഷെ ആ കെയർഫുൾ എന്ന് പറഞ്ഞ സാധനവേ എനിക്കില്ല. അതെൻ്റെ ഒരു എന്നാ പറയുക, നമ്മളൊരു ജാതകത്തിൽ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ പറഞ്ഞിട്ടില്ല. ഞാൻ ഐ ജസ്റ്റ് ലിവ് ലൈഫ്. ഐ ആം ലൈക്ക് ദിസ്, ഐ ലിവ് ലൈഫ്. ബാക്കിയുള്ള പ്രാർത്ഥനയും സേഫ് ഇതെല്ലാം ജോ എനിക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കും. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ ജോ അതിൽ കൂടുതൽ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ളൊരു ധൈര്യമുണ്ട്. അതുകൊണ്ട് മാനേജ് ചെയ്ത് പോവാൻ അങ്ങനെ എപ്പോഴും കരുതണ്ട. ഈയിടെ ഞാൻ ലിഫ്റ്റ് കൊടുത്ത ഒരാളൊരു കള്ളുടിയനായിരുന്നു. അതെനിക്കറിയത്തില്ലായിരുന്നു. ഞാനൊരു ലേഡിയും ആണും നിൽക്കുന്ന കണ്ടപ്പോൾ ഞാൻ മഴയുമായിരുന്നു. അപ്പം മുത്തോലി സൈഡിലായിരുന്നു. അപ്പം ഞാനിങ്ങനെ പോവായിരുന്നു. അപ്പം എന്തായാലും ഒരു വണ്ടി ആ വഴിക്ക് പോവാം. അവിടെ മഴയായിരുന്നു, ബസ് കിട്ടത്തില്ല, ഓട്ടോ കിട്ടാൻ പാടാണ്. അപ്പം ഞാൻ കയറാൻ പറഞ്ഞു. ആ ലേഡി പേടിച്ചു, ലേഡി കയറിയില്ല, ആള് മാത്രം കയറി കഴിഞ്ഞപ്പോൾ അയ്യോ എന്നോ മണമായിരുന്നു. അപ്പം ഞാൻ ആ ലേഡി അടുത്ത് പിന്നെയും ചോദിക്കുന്നുണ്ട്, ബാ പുള്ളിക്കാരത്തിക്ക് അറിയാമെന്ന് ഇയാള് ബൂസായിരുന്നു, ഇയാൾ മാത്രം കയറി. പിന്നെ ഞാൻ വർത്താനം പറഞ്ഞ് പുള്ളിക്കാരനെ ജംഗ്ഷനിൽ ഇറക്കിയിട്ട് ഞാനങ്ങ് പോയി. വളരെ നോക്കാനൊന്നും പോയില്ല. ഇത്തരത്തിലുള്ള റിസ്ക് എടുക്കുന്ന ചില സാധനങ്ങളൊക്കെ നമുക്ക് രസമാണ്. വേറൊരു ആസ്പെക്ട്സിൽ അതൊരു അനുഭവം ആവട്ടെ എന്ന് വിചാരിക്കാം. ഈ കോൺടെസ്റ്റിൽ നമ്മൾ പരസ്പരം പുകഴ്ത്തുന്നതിനപ്പുറത്തേക്ക് എപ്പോഴൊക്കെയാണ് വഴക്ക് വയ്ക്കുന്നത്? എന്തായാലും മര്യാദയ്ക്ക് വഴക്കൂടാൻ നിങ്ങൾക്ക് അറിയാമെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ എന്തൊക്കെ കാര്യത്തിലായിരിക്കും വഴക്കുണ്ടാക്കുന്നത്? വഴക്കുണ്ടാക്കുന്നത് അങ്ങനെ ഒത്തിരി വഴക്കുണ്ടാക്കുന്നില്ല. കാരണം വെച്ചാൽ ഞാൻ മര്യാദയ്ക്ക് ഇരിക്കുവാണ്. ജോ വഴക്കുണ്ടാക്കത്തില്ല, സത്യം പറയാം. തിരിച്ച് ഞാൻ പിന്നെയും വല്ലതും പറഞ്ഞു ഞാൻ വഴക്കുണ്ടാക്കുന്നത് ഈ പറഞ്ഞ ക്ലീൻനെസ്സിന്റെ കാര്യത്തിൽ വഴക്കുണ്ടാക്കും. റൂമിനകത്തെ കാര്യങ്ങൾ, ഒരു കാഷ്വൽ ഇങ്ങനെ ബുക്ക് അവിടെ ഇവിടെ അങ്ങനെയല്ല. അതാണ് ഞാൻ പറയുന്നത്. അപ്പം ഞാൻ സത്യമായിട്ട് പറയണം. അപ്പം ഞാൻ പറയും, എൻ്റെ ബെഡ് സൈഡ് ടേബിൾ ഇവിടെ ഉണ്ട്, അതാ തൊട്ടേക്കരുത്, ബാക്കിയുള്ള അവിടെ വെച്ചേക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള പെറ്റി കാര്യങ്ങളിലേ ഉള്ളൂ. അതല്ലേ ഉള്ളൂ. അല്ലാതെ പിന്നെ നല്ല ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ ചിലപ്പോൾ വഴക്കുണ്ടാക്കും. അങ്ങനെയുണ്ടോ? ഭക്ഷണത്തിന് അടിയുണ്ടാക്കോ? അടിയല്ല, അത് പറയത്തേ ഉള്ളൂ. MP ഭക്ഷണത്തിന് അടിയുണ്ടാക്കി നമ്മൾ ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് എല്ലാത്തിന്റെയും ഇത് ഉപ്പ് കുറവാ അല്ലെങ്കിൽ അത് കുറവാ, അതൊക്കെ അതെ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ. ജോ ഭയങ്കര ഭക്ഷണമൊക്കെ നല്ല മെലിഞ്ഞിരിക്കുകയാണെങ്കിൽ പോലും ആൾക്ക് ഭക്ഷണത്തിനോട് നല്ല ഇങ്ങനെ എല്ലാം നന്നായിട്ടിരിക്കണം എന്നൊക്കെ ഉണ്ട്. അപ്പൊ ഉള്ള തുറന്ന് പറയും, ഇതിന് ചൂപ്പ് കുറവാണ്, അതിനത് ഇത് കൂട്ടാം, അത് അങ്ങനെ കൂട്ടാം, അല്ലെങ്കിൽ ഇത്. ഞാൻ ഓർക്കും ചിലപ്പോൾ ജോന് കുക്കിംഗ് അറിയാം. ജോ കുക്ക് ചെയ്തിട്ടില്ല, കുക്കിംഗ് അറിയത്തുമില്ല, അറിയില്ല. പക്ഷെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ കല്യാണം കഴിച്ച് ഇവിടെ വന്നപ്പം ബ്ലൂ മൂണിൽ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞ നമ്മുടെ വളരെ അടുത്ത ആൾക്കാരാ. ഇവിടെ ഒരു ലോഡ്ജാണ്. അവർ നമുക്ക് ഭക്ഷണം നമ്മൾ സാറ്റർഡേ സൺഡേ പാലായിന്ന് അല്ല ട്രിവാൻഡ്രത്തുനിന്ന് ഇവിടെ വരുമ്പോൾ അവർ ആ ഭക്ഷണം നമുക്ക് തരുന്നത്. കാരണം ഒരു വീക്കെൻഡിന് വേണ്ടിയിട്ട് അമ്മ കിച്ചൺ ഓപ്പൺ ചെയ്യത്തില്ല, അവരാണ് നമുക്ക് തരുന്നത്. അപ്പം ഒരു പെർട്ടിക്കുലർ ചിക്കനുണ്ട്, ബ്ലൂ മൂൺ, ഞങ്ങൾ ബ്ലൂ മൂൺ ചിക്കൻ എന്നാണ് വിളിക്കുന്നത്. പക്ഷെ അവർ പറഞ്ഞ ജോസ് കെ മാണി കൊടുത്ത റെസിപ്പിയാണ്, ജോമോൻ തന്ന റെസിപ്പിയാണ്. അതിലൊരു ബ്രൗൺ കളറിലൊരു ചിക്കനായിരുന്നു അന്ന്, ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പം പക്ഷെ ജോന് കുക്കിംഗ് അങ്ങനെ ചെയ്തിട്ടില്ല, അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല. പക്ഷെ എല്ലാം നല്ല ടേസ്റ്റ് ആയിട്ട് വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. പക്ഷെ ഈയിടെ കുറച്ച് നാളത്തേക്ക് ഞങ്ങളുടെ ഭക്ഷണം ഇച്ചിരി മോശമായിരുന്നു വീട്ടിലെ. പക്ഷെ അത് ജോ പറഞ്ഞില്ല, ജോ മിണ്ടാതെ. എന്നാന്ന് വെച്ചാൽ പിള്ളേർ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, പപ്പയ്ക്കില്ലാത്ത കുഴപ്പം എന്നാ നിങ്ങൾക്ക്. അപ്പൊ അവര് പറയാ, പപ്പ മിണ്ടാതിരിക്കുന്നതാണ്. കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്, അവർ തമ്മിലുള്ള അന്തർധാര സജീവമായിരുന്നു. അല്ല ജോ പക്ഷെ അങ്ങനെ വലിയ വഴക്കുണ്ടാക്കാൻ വരുന്ന ഒരാളെ അല്ല. വഴക്കുണ്ടാക്കാൻ കൊള്ളില്ല അല്ലേ? അങ്ങനെയല്ല, പറയത്തില്ല, അങ്ങനെ വലിയതായിട്ട് ചൂടാകത്തില്ല. അങ്ങനെ അത്രയ്ക്കൊരു പീക്കി നിന്നാ മാത്രമേ ഉള്ളൂ ചൂടായിട്ട് എന്തെങ്കിലും പറയുന്ന. അത് പിള്ളേരുടെ അടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഭയങ്കരമായ നമ്മൾ ആഗ്രഹിക്കുമ്പോഴാണ് ചില കാര്യങ്ങൾക്കൊക്കെ അങ്ങനെ വരാതെ വരുമ്പോഴത്തേക്കൊക്കെയാണ് നമ്മൾ ദേഷ്യപ്പെടേണ്ടി വരുന്നത്. പൊളിറ്റിക്സിൽ അങ്ങനെ ചെയ്യുന്നുണ്ടാവും, ചില കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കാതെ പോകുമ്പോഴത്തേക്ക് നമുക്കൊരു ദേഷ്യമൊക്കെ വരും. പക്ഷേ വീട്ടിൽ വന്നിട്ട് അത്തരം ചില കാര്യങ്ങൾ കാണുമ്പോൾ ലൈറ്ററായിട്ടാണ് എടുക്കുന്നത്. അതെങ്ങനെ ദേഷ്യത്തെ നിയന്ത്രിക്കുന്നതാണോ അതോ വരില്ലേ? ഗൗരവമുള്ള ഇൻസിഡൻസ് അങ്ങനെ അത്രയില്ല. പക്ഷേ പറയാനുള്ളത് ഞാൻ കൃത്യമായിട്ട് പറയും. ഞാനത് പിള്ളേരാണെങ്കിലും ഭാര്യയാണെങ്കിലും ഞാൻ പറയും.
പറഞ്ഞിട്ട് ചിലപ്പോൾ ഇവരെ തിരിച്ച് അതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് പറയും. ഈ കൗണ്ടർ ചെയ്യുന്നതെല്ലാം പൊട്ടത്തെറ്റാന്ന് എനിക്കറിയാം. ഞാൻ പിന്നെ എൻ്റെ വഴിക്ക് പോകും. അങ്ങനെയല്ല, അതിന് സമയം കൊടുക്കില്ല. എന്നാന്നറിയോ, ഒന്ന് വലിയ അവസരങ്ങൾ നമ്മൾ കൊടുക്കുന്നില്ല. പിന്നെ ഒത്തിരി സമയം ജോയിൻ ഇല്ലല്ലോ നമുക്ക് നമ്മുടെ അടുത്ത്. അപ്പൊ ഉള്ള സമയം നമ്മൾ നല്ല വളരെ രീതിയിൽ ജീവിച്ചു കട്ടിക്ക് ഞാൻ പറയും. പോവാന്നുള്ളതാ. അത് പറഞ്ഞ് അതുപോലെ പേടിപ്പിക്കും. അത് എനിക്ക് ഇഷ്ടമില്ല. അത് മാത്രമല്ല, അവളെ കൊണ്ട് ഇപ്പൊ ചെയ്യാൻ പറയും, എല്ലാവരുടെ അടുത്തും പറയും. ഇപ്പോഴും ഞാൻ എൻ്റെ മകനെ മുട്ടുകുത്തിക്കും. ഏതാ മിനിങ്ങാന്ന് നീ ഇവിടെ കൊണ്ടുവന്ന് മുട്ടുകുത്താൻ പറഞ്ഞു. അത് കൈ നീട്ടാൻ പറയാം. ഈ വിരല് വെച്ചിട്ട് ഇങ്ങനെ ഒരു അടി വെച്ചു കൊടുക്കും. അവരെ ഡിഗ്രി കഴിഞ്ഞ ഇറക്കണ. അപ്പൊ അവനെ എൻ്റെ ഒരു കോമഡി കാണുമ്പോ അവന് നിൽക്കും. അത് പക്ഷെ അവൻ പറയാ ആ വടി ആ അടിയാ പേടി. പക്ഷെ എന്ന് പറഞ്ഞിട്ടും ചിലപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ന്യായീകരിക്കും. അത് രക്ഷയ്ക്കെപ്പോഴും ഉണ്ട്, ഇതിങ്ങനെയാണ് കേട്ടോ, ഇതിങ്ങനെയാണ്, ഇതിങ്ങനെയാണ്. ഞാൻ അതവിടെ നിർത്തിയിട്ട് ആ വഴിക്ക് ഞാനങ്ങ് പോകും. പിന്നെ അത് പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. തിരിച്ച് ക്രിറ്റിസിസം വരില്ലേ? തിരിച്ച് എങ്ങനെയാ ക്രിറ്റിസിസം ഞാൻ വരുന്നത്? ഒത്തിരി പറയും. അതേ പറയുള്ളൂ. ക്രിറ്റിസിസം ആണ് മൊത്തത്തിലുള്ളത്. അങ്ങനെ പറയരുത് ജോ. പക്ഷെ പൊളിറ്റിക്കൽ സ്റ്റാൻസിനെ കുറിച്ചുള്ള ഇല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലും അഭിപ്രായം പറയാം? ഇല്ല. പൊളിറ്റിക്കൽ സ്റ്റാൻഡ് പറയത്തില്ല. ഇപ്പൊ മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഇല്ല. അതിലൊന്നും അഭിപ്രായം പറയില്ല. അങ്ങനെ രാഷ്ട്രീയം പറഞ്ഞേ അറിയാം. ഞാൻ അത് കാണാൻ അങ്ങനെ ഇന്റർവ്യൂസ് ഒന്നും അങ്ങനെ ഒന്നും കാണാം. ഞാൻ ഷെയർ ചെയ്യും, പക്ഷെ ഞാൻ കാണാറില്ല. കാരണം എനിക്ക് ഷെയർ ചെയ്യുന്ന ധൈര്യം എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാം ജോ ഒരു പൊട്ടത്തെറ്റും പറയത്തില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് ഷെയർ ചെയ്യാം. അതുകൊണ്ട് ഞാനങ്ങ് ഷെയർ ചെയ്യും. പക്ഷെ അങ്ങനെ എടുത്ത് കാണലും അങ്ങനെ അഡ്വൈസ് ചെയ്യാൻ അങ്ങനത്തെ ഒന്നും ചെയ്യാറില്ല. അത് ഞങ്ങൾ ആക്ച്വലി ആ ഒരു ഫാമിലിയിൽ നമ്മൾ ഇപ്പം ഇവിടെയും പൊളിറ്റിക്സ് ആയാലും എങ്ങനെ ഇരിക്കും. അത് ഇറ്റ്സ് ഓൾവേസ് നൈസ്. നമ്മൾ അല്ലാത്ത വേറെ കുറെ കാര്യങ്ങളില്ലേ നമുക്ക്.